അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഓർത്ത് വേദനിക്കുന്നവരെ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, വിസ പുതുക്കാനുള്ളവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങൾ മാറാത്തവർ, എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ
ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കൾ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ചാപ്റ്റർ കോളേജ് ചെയ്യണം, കവർ ചെയ്യണം അല്ലേ. അപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അതർ ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റ് ആണ്. നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ചാൽ ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ അവർ പള്ളിയിൽ വന്ന് ന്യായസ്ഥാനം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞേ. അപ്പോൾ അവൾ പറയുമ്പോൾ അവൾ ഈ പത്രം കൊടുക്കുകയും പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരെ കൊടുക്കുക. അപ്പോൾ അവൾ കൂട്ടുകാരത്തി പറയുവേ, ഇടി നീ 10 കിലോമീറ്റർ നടക്കണം, നാണമുണ്ട് അതിനൊക്കെ, നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നീതി പറയവേ, കർത്താവിൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്. അപ്പം കർത്താവ് എൻ്റെ ജോലി ചെയ്യും. അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത്. അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ PSCക്ക് അവൾക്ക് 1ാം റാങ്ക് കിട്ടിയത്. അപ്പം അത് അവർക്ക് ബോധ്യമുണ്ട് ആ സംഭവം. ഇത് എന്താ കുഴപ്പമെന്നറിയാമോ? നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും. അതാണ് എൻ്റെ കുഴപ്പം. എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുകവരും ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പ്രവർത്തനം ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ചില സാക്ഷിയൊക്കെ പറയത്തില്ലേ. ഇപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല, ഞാൻ നോക്കത്തുമില്ല. അത് എന്നുവെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും വിനയില്ലാത്തവരാണ്, ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതാ ഉദ്ദേശം പറഞ്ഞത്, ആധ്യാത്മികമായി കറക്റ്റല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും. ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, കള എങ്ങനെ രൂപപ്പെട്ടു? അത് ശത്രു ചെയ്ത പണിയാണ്. കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെത്താൻ പറയും, എന്താ പറയുക, അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥിച്ചതല്ല, എനിക്ക് എല്ലാത്തിനും പണ്ടേ മാർക്കുള്ള ആളാണ്, ഞാൻ ബുദ്ധിപരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സാധനമൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തന്നിലേക്ക് തന്നെ ആ മഹത്വം വരും, തൻ്റെ ക്രെഡിറ്റായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. ആദ്യം വരത്തില്ല. ഒരു 6 മാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതർ ഗോഡായിട്ട് മാറും. അത് ശ്രദ്ധിക്കണം. നമ്മളെ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ഇതൊക്കെ അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാണ് നിങ്ങൾ ആധ്യാത്മിക ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെയല്ല, നിങ്ങൾ ദൈവം നിങ്ങളൊക്കെ ഒരിക്കലും വിട്ടുപോകത്തില്ല.
ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെൽഫി സെബാസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിരന്തരമായി യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുമായിരുന്നു. എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒത്തിരി ഈശോയോട് അറ്റാച്ചായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഒരിക്കലും ഒരു സിനിമാ പാട്ടോ ലൗകികമായ ഒരു കാര്യങ്ങൾ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ സാക്ഷ്യം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഒത്തിരി വേദനകളുണ്ട്, എനിക്ക് അസുഖങ്ങളുണ്ട്, ഞാൻ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, വീടില്ലാത്ത അവസ്ഥയുണ്ട്. എന്നിരുന്നാലും എനിക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ വലിയ സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്ന ആ സമയത്ത് കൊറോണ ടൈം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ്. പിന്നീട് ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപികയാണ്. എനിക്ക് ആദ്യമായി ഞാൻ 4th സ്റ്റാൻഡേർഡിൽ കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ വർഷം 2023 ജൂൺ മാസത്തിൽ എനിക്ക് 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് അച്ഛനെ ഏൽപ്പിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇച്ചിരോടെ പ്രാർത്ഥിക്കുന്നൊരു മകളാവണം, എനിക്ക് ഈശോയെ അവർക്ക് പകർന്നു കൊടുക്കണം, ആത്മീയമായി അവരെ വളർത്തണം, എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ അവരെ എനിക്ക് കരുതണം. അങ്ങനെ 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 8 പേരും 8 തരത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അതിൽ 2-3 കുഞ്ഞുങ്ങൾ ഒട്ടും സഹകരണം ഇല്ലായിരുന്നു. എനിക്ക് അവരെ എങ്ങനെയല്ല ആത്മീയം വളർത്തണം, എനിക്ക് അതിന് കുറച്ചുകൂടി ദൈവകൃപ കിട്ടണം എന്നോർത്ത് ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതുകൂടാതെ എനിക്ക് ഉടമ്പടി നിയോഗങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് ഞാൻ ശരിക്കും വെച്ചത് പരിശുദ്ധാത്മാവിനാണെന്നറിഞ്ഞ് ഞാൻ ദൈവകൃപയുള്ള നല്ലൊരു മകളായിട്ട് എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ കഴിയണം, എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് പ്രഘോഷിക്കാൻ കഴിയണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ. അത് എനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നേരത്തെ ഒന്നും ഞാൻ ഇത്രയധികം പ്രാർത്ഥിക്കുമെങ്കിലും ഈശോയുടെ അടുത്താണെങ്കിലും എനിക്ക് ബൈബിൾ മൊത്തം വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അത് ജോലിയെല്ലാം തീർത്ത് ചിലപ്പോൾ 10 മണിയാകുമ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നത്. 10 മണി കഴിഞ്ഞ് 11 മണിയായി, 12 മണിയായി, 1 മണിയായാൽ പോലും എനിക്ക് ബൈബിൾ താഴെ വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ഒറ്റയടിക്ക് ബൈബിൾ വായിച്ച് തീർക്കണം. എനിക്ക് എന്തോ ഒരു കഥപുസ്തകം വായിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ബൈബിൾ വായിക്കുമ്പം. ഞാൻ ഓർത്തു എനിക്ക് എന്താ സംഭവിക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും, നിനക്ക് പ്രഷർ കൂടും, ഉറക്കമില്ലാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് രാവിലെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. പകൽ സമയത്ത് ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ബൈബിളെല്ലാം വായിച്ചു തീർന്നു. ഈശോയോട് ഒത്തിരി അടുത്തു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി വളരെ മാനസികമായിട്ട് ഒത്തിരി തകർന്ന ഒരവസ്ഥയിലായിരുന്നു. അവൾക്കൊരു ഡിപ്രഷൻ പോലെ വന്നിട്ട് അവൾ ഈശോയിൽ നിന്ന് ഒത്തിരി അകന്നു. ആ സമയത്ത് ഞാൻ അവളെ ഒത്തിരി വിളിക്കുകയും അവളെ ഞാൻ നല്ല രീതിയിൽ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ ആ ഒരു ആത്മഹത്യ ഒരു മുനമ്പിൽ നിന്നിരുന്ന ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. അവൾ ശരിക്കും പിന്നെ ഒരു ജോലിക്ക് കയറി ഇപ്പം നല്ല മിടുക്കിയായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുകയും എൻ്റെ മോനും മോളുമാണ് എനിക്കുള്ളത്. അതുകൂടാതെ എൻ്റെ മോനെയും മോളെയും തന്നെ എൻ്റെ 8 കുഞ്ഞുങ്ങളെയും എൻ്റെ സൺഡേ സ്കൂളിലെ 8 കുഞ്ഞുങ്ങളെയും ഞാൻ ബൈബിൾ വായിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസവും ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവർ വയ്ക്കണം. ഏറ്റവും കുസൃതിയായിട്ടുള്ള 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരേറ്റവും നല്ല മിടുക്കരായി മാറി എന്നുള്ളതാണ് ആ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത്. പിന്നീട് അതുകൂടാതെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര തവണ വിശ്വാസ പ്രമാണം ചെല്ലിയാലും എനിക്കൊരു മടുപ്പ് തോന്നിയിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് യൂട്രസിൽ, ഞാനിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ യൂട്രസിൻ്റെ തിക്നെസ് വർദ്ധിക്കുകയും എനിക്ക് വളരെ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒത്തിരി അസുഖമുണ്ട് മാതാവേ, എൻ്റെ തൈറോയിഡിൻ്റെ ഗ്രന്ഥി എടുത്തു കളഞ്ഞതാണ്, എനിക്ക് ഒത്തിരി വേദനകളുണ്ട്, ഒന്ന് മുട്ടുകുത്താൻ പോലും സാധിക്കത്തില്ല, എന്നെ കാണുമ്പോൾ ആർക്കും ഒരു നല്ല മിടുക്കിയായിരിക്കുന്നു, പക്ഷെ ഒത്തിരി അസുഖങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു,
എൻ്റെ ഈശോയെ ഈ അസുഖം കൂടെ എനിക്ക് തരല്ലേ, എൻ്റെ അമ്മ മാതാവേ, ഞാൻ ഇനി ടാബ്ലറ്റ് കഴിക്കില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, ടാബ്ലറ്റ് എടുത്തില്ല. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാം, നീ ഇങ്ങനെ ഇരുന്ന് ശരിയാവത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അത് വളരെ പ്രശ്നമായി പോകും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു, സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാ വന്നേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ, അത് ആദ്യം പോയത് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു, രണ്ടാമത് പോയത് ഞാൻ വേറൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കിങ്ങനെ യൂട്രസിൻ്റെ അത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, എനിക്കത് എന്നാ മാറണം. അപ്പം പറഞ്ഞു ടാബ്ലറ്റ് എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല ഡോക്ടറെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറും വിശ്വാസം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് മാതാവുണ്ട്, ഈശോയുണ്ട്. അങ്ങനെ മാതാവ് വഴി ഞാനിങ്ങനെ ആലപ്പുഴ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അങ്ങനെ എൻ്റെ അസുഖം മാറിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചിരിച്ചു. ഡോക്ടർ പറഞ്ഞു വിശ്വാസം നല്ലത് തന്നെ, നിങ്ങൾ നന്നായിട്ട് പറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അറിയാവുന്നത് കൊണ്ടാവാം ഡോക്ടർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഈ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോളൂ, എൻ്റെ അമ്മ മാതാവേ എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റണം, അമ്മ മാതാവിൻ്റെ മുന്നിൽ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം എന്നായിരുന്നു ഞാൻ. പക്ഷേ ഈ സാക്ഷ്യം പറയാനൊക്കെ ഞാൻ കുറച്ച് താമസിച്ച് പോയിട്ടോ. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത്. പല പ്രാവശ്യം വന്നെങ്കിലും തിരക്കും എല്ലാ കാര്യങ്ങളും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അത് ഞാൻ അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ജോലിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഇടുക്കി അടിമാലി എന്ന സ്ഥലത്താണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നിട്ട് 5-8 വർഷമായി. ആ സമയത്ത് 6 വർഷം ഞാൻ അവിടെ അടിമാലി പഞ്ചായത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുവാനും തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് ജോലി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. മോനും ചെറുതായിരുന്നു, അവനെ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ആദ്യമൊന്നും പോയില്ല. പിന്നെ ഈച്ച് ഓവറായി, എനിക്ക് ജോലി PSC എഴുതാനായിട്ട് പറ്റിയില്ല. എന്നാലും പ്രൈവറ്റ് മേഖലയിൽ ജോലി പോകുന്നതിനോട് ഒരു വിഷമമുള്ളത് കൊണ്ട് ഞാനൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരുന്നു. എനിക്ക് പല പ്രാവശ്യം പലയിടത്തും ഇൻ്റർവ്യൂവിന് പോയെങ്കിലും കിട്ടിയില്ല. വീണ്ടും 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരിടത്തും നമുക്ക് ജോലി കിട്ടത്തില്ല. ആ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ ഒരിടം വേണം, അപ്പം എനിക്ക് അങ്ങനെ ഒരു ജോലി വേണം എൻ്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് എന്നാലും എൻ്റെ പ്രാർത്ഥന ജീവിതത്തിന് ഒരിക്കലും മുടക്കം വരാത്തൊരു ജോലി എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് തന്നെ വളരെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അപേക്ഷ ക്ഷണിക്കുകയും ഏജ് വെക്കാതെ തന്നെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും എന്നെ അവിടെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് വളരെയധികം ഭയങ്കര ഒരു ഇതായി. എനിക്കൊരിക്കലും ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് എനിക്ക് അവിടെ ജോലി കിട്ടി. അവിടെ നല്ലൊരു പോസ്റ്റിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ 6 വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു കുറച്ചൊക്കെ വികസനം ഉണ്ടായ ഒരു സമയത്ത് ഞാൻ 6 വർഷത്തെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുമോ, ഇത്രയും വലിയൊരു സ്ഥാപനം എനിക്ക് ഈ പോസ്റ്റിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്നോർത്ത് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ചു. അമ്മ മാതാവേ എൻ്റെ കൂടെ വന്നിരിക്കണേ, എൻ്റെ കൂടെ സഹായിക്കണേ. ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായതുകൊണ്ട് ആർക്കും എനിക്കൊന്നും പറഞ്ഞു തരാനോ അവിടുത്തെ രീതികൾ പറഞ്ഞു തരാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് തന്നെ എല്ലാം പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാം അവിടുത്തെ രീതികളെല്ലാം പഠിക്കുകയും കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യാൻ പഠിക്കുകയും ഫയലിങ്ങും എല്ലാ കാര്യങ്ങളും പഠിക്കുകയും 1 മാസം കൊണ്ട് എനിക്ക് വലിയൊരു ഡ്യൂട്ടി എന്നെ ഏൽപ്പിക്കുകയും അത് ഭംഗിയായിട്ട് ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അവിടെയൊക്കെ ആണെങ്കിലും ഞാൻ വളരെ സൈലൻ്റാണ്. എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ യാതൊരു കൂട്ടുകെട്ടിലും ഞാൻ ഇതുവരെയായിട്ടും അവിടെ ഈ 2 വർഷം ആകുന്നു ഞാനിപ്പം ജോലിക്ക് കയറിയിട്ട്. എന്നിരുന്നാൽ പോലും എല്ലാവരോടും നന്നായിട്ട് പെരുമാറുവാനും യാതൊരു കൂട്ടുകെട്ടുകളിലും മറ്റുള്ളവർ കുറ്റങ്ങൾ പറയുന്നവരെങ്കിലും ചെന്നുപെടാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുരക്ഷിക്കുന്നു. അതിന് ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നെ 3ാമത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീട്, അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് പൈപ്പ് വെള്ളമുണ്ട്, കിണർ വെള്ളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിണർ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ വീട് എടുക്കാൻ തന്നെ കാരണം. ആ കിണർ വെള്ളം ഒരു തവണ നല്ല വേനൽ വന്നപ്പോൾ ഒരു മാർച്ച് മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം വറ്റി. ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. പൈപ്പ് വെള്ളം ഉണ്ടെങ്കിലും
നമ്മൾ ഇത് ശീലിച്ചുകൊണ്ട് കിണർ വാട്ടർ ശീലിച്ചുകൊണ്ട് എനിക്കത് വേണമെന്ന്. അപ്പം ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ വെള്ളം തീർന്നല്ലോ, ഇനി എന്താ ചെയ്യുക? ഞാൻ ഉടനെ കിണറ്റിൻ്റെ അടുത്ത് പോയി ഉടമ്പടി ഉപ്പെടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കിണറ്റിലിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 2 ടാങ്കുണ്ട്. താഴത്തെ നിലയിൽ ടാങ്ക്, മേളത്തെ നിലയിൽ ടാങ്ക്. താഴത്തെ നിലയിലെ ടാങ്ക് പകുതി മോട്ടർ അടിക്കുമ്പോൾ പകുതി ആകുമ്പോഴേക്കും അത് മോട്ടർ നിന്ന് പോകുമായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ധൈര്യപൂർവ്വം വൈകിട്ടായപ്പം, ഉച്ചയ്ക്ക് ആണ് ഞാനിത് ചെയ്തത്, വൈകിട്ടായപ്പോഴേക്കും ഞാൻ മോട്ടർ അടിച്ചു, വെള്ളം നിറഞ്ഞു, മുകളിലത്തെ ടാങ്ക് നിറഞ്ഞു, വെള്ളം നിറഞ്ഞു കവിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഒരിക്കലും ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോന്നു, ടൗണിൽ കവടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അടുത്ത് അവരുടെ വീട്ടിൽ പോകാറുണ്ട്. ആ വീട്ടിൽ അവർ പറയും, ഇതുവരെയായിട്ടും ഇത്രയും കടുത്ത വേനലുണ്ടായി കഴിഞ്ഞ വർഷം, എന്നിട്ട് പോലും ആ കിണറ്റിൽ വെള്ളം പറ്റിയില്ല. അങ്ങനെ ഉടമ്പടി ഉപ്പും തൈലവും ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും എല്ലാം വരുമ്പോൾ ഞാൻ അമ്മ മാതാവിന് ഉടമ്പടി തൈലം എടുത്ത് പരട്ടും, വേദനകളപ്പം അപ്രത്യക്ഷമാവും. അങ്ങനെയായിരുന്നു എനിക്ക്. ഉടമ്പടി ഉപ്പാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കരുതും. എനിക്കൊരു അസ്വസ്ഥത വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും. എനിക്ക് ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു ഉടമ്പടി ഉപ്പെടുത്തിട്ട് വായിലിടും. പെട്ടെന്ന് ചങ്കിൻ്റെ ഒരു ഭാരം ഒന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ശരിയാണ്. എന്തോ ഒരു ശക്തി, എന്തോ ഒരു പവർ, ഈശോയുടെ ശക്തി ആ ഉടമ്പടി ഉപ്പിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒത്തിരി നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഈശോ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, നമ്മൾ ടൗൺ ഏരിയയിലാണ് താമസിക്കുന്നതുകൊണ്ട് കൂടുതൽ സ്ഥലത്തൊന്നും പോയി നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. സാധിക്കുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ട്, ചില ആൾക്കാരോട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ചോദിക്കുക, ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വലിയ ക്യാഷ് ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, ഒത്തിരി ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെല്ലും, ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്താൽ. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്കിപ്പം പൈസ ആവശ്യമില്ല, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് ശരിക്കും ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ അർഹതപ്പെട്ടവർക്ക് എനിക്ക് ഈ സഹായം കൊടുക്കാനായിട്ട് സാധിക്കണമെന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് പോയാട്ടോ ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ തെരുവോരങ്ങളിലും വഴിയോരങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അതുകൂടാതെ മേടിച്ചു കൊടുക്കും. ഞങ്ങളിൽ പറ്റാവുന്ന പോലെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ പത്രം വിതരണം. പത്രം ഞങ്ങൾ പള്ളികളിലാണ് സാധാരണ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അറിയാൻ മേലാത്ത ചെറിയ പള്ളികൾ, തിരുവനന്തപുരത്തിൻ്റെ ചെറിയ ചെറിയ പള്ളികളുണ്ട്, ആരും ശ്രദ്ധിക്കപ്പെടാത്ത പള്ളികളിൽ അവിടെ പോയി കൊടുക്കും. പലരും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. വളരെ സന്തോഷത്തോടുകൂടി പത്രം ചിരിച്ചുകൊണ്ട്, മാതാവിൻ്റെ പത്രമാണ്, എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തത്. പലരും നമ്മളോട് ചോദിക്കും, എവിടെയാണ് ഈ പള്ളി എവിടെയാണ്? അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർ മുഖം തിരിക്കാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാറുണ്ട്. അപ്പം ചിലപ്പോൾ സങ്കടം വരും. എന്താണ് ശരിക്കും ടൗണിലൊക്കെ ഞങ്ങൾ അതുകൊണ്ട് വലിയ പള്ളികളിലൊന്നും കൊടുക്കത്തില്ല, ചെറിയ പള്ളികളിലാണ് കൊടുക്കുന്നത്. ചിലർ സങ്കടം അങ്ങനെ കാണിക്കുമ്പോൾ സങ്കടം, എന്നാലും അത് ഈശോനെ ഏൽപ്പിച്ചിട്ട് അത് അവർക്ക് ചിലപ്പം ആരുടെ വഴിയാണെങ്കിലും അവരെങ്ങനെയെങ്കിലും അമ്മ മാതാവിൻ്റെ അടുക്കൽ എത്തും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അങ്ങനെ ആ സങ്കടം വെച്ചുകൊണ്ടിരിക്കത്തില്ല, ഈശോനെ സമർപ്പിക്കും. ഈ സാക്ഷ്യമാണ്, ഇത്രയും സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 10-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു. ഡെൽഫി എന്ന ഈ സഹോദരി ഇവിടെ സാക്ഷ്യം പറഞ്ഞത് ഡെൽഫിയുടെ ഒരു വലിയ നിയോഗമായിരുന്നു എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മകളാക്കി മാറ്റണമേ എന്ന്.
വളരെ ചുരുക്കം സഹോദരങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വലിയ നിയോഗമാണിത്. ആദ്യത്തെയും അവസാനത്തേതുമായ നിയോഗം എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്ന, പ്രവർത്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണമേ എന്നുള്ള ഒരു സുന്ദരമായ പ്രാർത്ഥന. ആ ഒരു വലിയ നിയോഗം തന്നെ ഈശോ ഈ മകൾക്ക് സാധിച്ചു കൊടുത്തു എന്നാണ് ഡെൽഫി സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള ഒരു സാഹചര്യം പരിശുദ്ധ അമ്മയോട് ചോദിച്ചപ്പോൾ മകൾക്ക് സാക്ഷ്യം പറയാനുണ്ടായ അനുഭവം ഒരു ഒന്നൊന്നര അനുഭവമായിരുന്നു. വലിയ ഒരു വേദന നൽകിയാണ് ഈ മകൾക്ക്. വലിയ വേദനയുടെ അനുഭവത്തോട് നിന്നുള്ള ഒരു വിടുതലിൽ നിന്ന്, സൗഖ്യത്തിൽ നിന്നാണ് ഇന്ന് ഈ മകൾ ഈ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത്. ഡെൽഫി പറയുന്നു, എനിക്ക് യൂട്രസിൻ്റെ തിക്നെസ്സും ബ്ലീഡിങ്ങുമായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു സൗഖ്യമല്ല വേണ്ടിയിരുന്നത്. പരിശുദ്ധ അമ്മ തന്നെ ഈശോയിൽ നിന്ന് എനിക്ക് ആ സൗഖ്യം നൽകണം എന്നുള്ളൊരു വലിയ പ്രാർത്ഥനയായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ഈശോ നമ്മോട് പറയുന്നത് പോലെ, നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞാൻ നിങ്ങളുടെ നാവിൽ വെച്ചു തരുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും തന്നെ നമ്മൾ എവിടെ എന്ത് സാക്ഷ്യപ്പെടുത്തണം, എവിടെ എന്ത് സംസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്കുള്ള ഒരു വിശേഷതയായി ഈശോ സ്ലീഹന്മാരോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനും. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുവാനുള്ളൊരു വലിയ കൃപ ഡെൽഫിക്ക് ലഭിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക പരിപാലനീയ സ്നേഹത്തെയും കുറിച്ച് ഡെൽഫി പറയുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക എന്നുള്ളതൊരു വലിയ അനുഗ്രഹവും അഭിഷേകവുമാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ, ഫോർ ദെയർസ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. നമുക്ക് കുഞ്ഞുങ്ങളെ ആയാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്ന് ഓരോ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡെൽഫി അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയത്. ഡെൽഫിയുടെ ജീവിതത്തിലേക്ക് പടിപടിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും ജോലിയില്ലാത്ത അവസ്ഥയിൽ ഒരു ഗവൺമെൻറ് ജോലി നൽകിയാണ് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഓവറേജ് ആയിരുന്നിട്ട് പോലും കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിൽ തന്നെ ജോലി ചെയ്യാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നു. സഹോദരി പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കെല്ലാം ചെയ്യാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കും. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യുമെന്ന് ഈശോ നമ്മോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇവരുടെ കുടുംബത്തിൽ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. കിണറ്റിൽ വെള്ളമില്ലാതിരുന്നൊരവസ്ഥയിൽ മാർച്ച് മാസത്തിൽ നല്ല പക്ക വേനലിൽ ഇവർ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ടാങ്ക് നിറയെ വെള്ളം ഫില്ല് ചെയ്യാനുള്ള ഒരു വലിയ കൃപയുണ്ടായി. നമ്മുടെ ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ കാര്യങ്ങളും ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയെല്ലാം നിങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ്. ഡെൽഫിയുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന വലിയൊരു അത്ഭുതം അതുതന്നെയാണ്. തനിക്ക് യാതൊരു യോഗ്യതകളുമില്ല, ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകളുടെ സാക്ഷ്യമാണിത്. അയോഗ്യതകളെ കൃപകളാക്കി മാറ്റിയിട്ടുള്ള ഒരു അത്ഭുതം അവരുടെ കുടുംബത്തിലുണ്ടായി, ജീവിതത്തിലുണ്ടായി. അതുപോലെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും ലഘൂകരിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഉടമ്പടി ജീവിതം കൃത്യമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു സാക്ഷ്യമാണിത്. ഡെൽഫിയെ പോലെ സങ്കടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡെൽഫി നമ്മോട് സന്തോഷപൂർവ്വം പറയുന്നത് ഇതാണ്: നമ്മളൊന്നും തന്നെ സങ്കടപ്പെടേണ്ടതില്ല. കാരണം നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഉടമ്പടിയുടെ ജീവിതം ഉറപ്പാണ്, ഉടൻ പരിഹാരമാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഡെൽഫിയുടെ നല്ല സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിനും ദൈവപിതാവിൻ്റെ മഹത്വത്തിനും വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യത്തെ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. എൻ്റെ പേര് മരിയ. ഞാൻ നേഴ്സാണ്. 2023 ഞാൻ നഴ്സിംഗ് പാസ് ഔട്ടാവുന്നത്. അപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ പുറത്തേക്ക് പോകാനായിട്ട് ഞാൻ ജർമ്മൻ പഠിച്ചു തുടങ്ങി. ജർമ്മൻ പഠിച്ചിട്ട് B2 ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് മുന്നേ തന്നെ B2ൻ്റെ എക്സാം ചെയ്യാനായിട്ട് എനിക്കൊരു കോൺഫിഡൻസ് എവിടുന്നോ വന്നു. ഒന്നാമത് എക്സാമിന് ഡേറ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ 2 മൊഡ്യൂളിന് പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 2 മൊഡ്യൂളിൽ ഒരു മൊഡ്യൂള് നല്ല മാർക്കോടെ പിന്നെ പാസ്സായി, ഒരു മൊഡ്യൂള് ഒരു 10 മാർക്കിന് ഫെയിലായി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ട് ഞാൻ ബാക്കി 2 മൊഡ്യൂള് 4 മൊഡ്യൂളിൽ ബാക്കി 2 മൊഡ്യൂളിൽ ഞാൻ അപ്ലൈ ചെയ്തു.
അപ്ലൈ ചെയ്തിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാശ് രൂപം കൊണ്ടുകിടന്നാണ് പഠിക്കാറ്. അങ്ങനെ പഠിച്ച് എക്സാം ചെയ്തു. ഒരെണ്ണം സ്പീക്കിങ്ങും ഒരെണ്ണം റീഡിങ്ങും ആയിരുന്നു രണ്ടാമത്തെ ചെയ്തത്. അപ്പം റീഡിങ് എനിക്ക് എളുപ്പമായിരുന്നു, അത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സ്പീക്കിങ് എൻ്റെ കൂടെ ഉണ്ടായ പാർട്ട്ണർ നല്ലപോലെ ജർമ്മൻ പറയുമായിരുന്നു. അപ്പം ആളെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അത്രയും വരുമെന്ന് എനിക്ക് കോൺഫിഡൻ്റ് അല്ലായിരുന്നു. അപ്പം ആ കാശ്രൂപം പിടിച്ച് തന്നെ ഞാൻ സ്പീക്കിംഗ് ചെയ്തു. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം നെക്സ്റ്റ് മാസത്തേക്ക് അതായത് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുക്കാനുള്ള ടൈം വന്നു. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് അത്ര കോൺഫിഡൻറ്റ് പാസ്സാവോ ഇല്ലയോ എന്ന് അത്ര കോൺഫിഡൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്പീക്കിങ്ങിനും ഡേറ്റ് കൊടുത്തു, പേര് കൊടുത്തു. അതുപോലെ തന്നെ ആദ്യം പോയ വേറൊരു മൊഡ്യൂളിലും കൂടിയും ഡേറ്റ് പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കൺഫർമേഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു ഞാൻ സ്പീക്കിംഗ് പാസ്സായി റീഡിങ്ങും പാസ്സായിരുന്നു. അപ്പം ആ സ്പീക്കിംഗ് മൊഡ്യൂളിൽ എനിക്ക് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ട വന്നില്ല, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട വന്നില്ല. ഇതുപോലെ വേറെ മൊഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഈ സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ പർട്ടിക്കുലർ പോർഷൻ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചു. അത് തന്നെയാണ് എനിക്ക് എക്സാമിന് വന്നതും. അങ്ങനെ 4 മൊഡ്യൂളും വേഗം എക്സാം ഡേറ്റ് കിട്ടി പാസ്സാവാൻ സാധിച്ചു. ഡേറ്റൊക്കെ കിട്ടാനും ഒത്തിരി ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിലും ഏജൻറ്റിന് ഒത്തിരി ഫീസൊക്കെ കൊടുത്താണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ ഞാൻ സ്വയം തന്നെ ഡേറ്റ് എടുത്താണ് കാശ് രൂപം പിടിച്ച് ഞാൻ മെയിൽ സെൻഡ് ചെയ്യും. 2 മിനിറ്റ് നേരത്തേക്കാണ് ആ മെയിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ പ്രയോറിറ്റി വൈസിലാണ് അവർ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ അയച്ച എല്ലാ മെയിലിനും എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എക്സാം പാസ്സായി ഉടനെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. മെയിൻ കടമ കഴിഞ്ഞ് കിട്ടിയല്ലോ, അപ്പം ഉടനെ പോകാൻ പറ്റുമെന്ന് കരുതി. അപ്പം ആ ഒരു 2-3 മാസം ഞാൻ പ്രതീക്ഷിക്കണുള്ളൂ. അപ്പം ഞാൻ ആ സമയത്ത് ജർമ്മൻ പഠിപ്പിക്കാൻ കയറാം. നാട്ടിലിപ്പോൾ നേഴ്സായിട്ട് ജോലിക്ക് കയറാനുള്ള ടൈം ഗ്യാപ്പ് ഉണ്ടാവില്ല. ജർമ്മൻ പഠിപ്പിക്കാൻ കയറാമെന്ന് കരുതി ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചോദിച്ചു. അപ്പോൾ അവരെന്നെ എടുത്തു. ഞാൻ അങ്ങനെ എൻ്റെ പ്രോസസ്സിങ്ങും അവിടെ തന്നെയാണ് ചെയ്തത്. ഞാൻ ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ അവരെനിക്ക് കുറേ ഇൻ്റർവ്യൂ തന്നു. എല്ലാ ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി. പക്ഷേ എനിക്ക് എന്ത് ചെയ്താൽ ഓഫർ ലെറ്റർ ഇല്ല. ഒരു 5-8 ഇൻ്റർവ്യൂ ഞാൻ ആ ഏജൻസി തന്നെ ചെയ്തു. ഒപ്പം അവിടെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 8 മാസത്തോളം കടന്നുപോയി. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ അവിടുത്തെ ആൾക്കാർ, അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്ത ആൾക്കാർ ഇങ്ങനെ പിന്മാറാൻ തുടങ്ങി. അപ്പം ഞാൻ കേട്ടപ്പോൾ ഞാനും അവിടെ പഠിപ്പിക്കൽ നിർത്തി. എന്നിട്ട് ഞാൻ വേറൊരു വഴിക്ക് അറിഞ്ഞു. നോർക്ക വഴിയായിട്ട് 250 നഴ്സുമാരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു നോർക്ക സെൻറ്റർ. അപ്പോൾ അവിടേക്ക് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെന്നു. അപ്പം അവരവിടെ പറയാണ്, എങ്ങും ഇല്ലാത്ത നിയമമാണ് അവരവിടെ പറഞ്ഞത്. 6 മാസത്തിൽ ഉള്ളിൽ നിൽക്കണം, ലാസ്റ്റ് പാസ്സായ മൊഡ്യൂളിൽ 6 മാസത്തിനുള്ളിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെയാണ് ഇവിടെ 8 മാസവും കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അവിടെ സ്കോപ്പ് ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഏപ്രിൽ 14, 2024 കറക്റ്റ് 2025 ഏപ്രിൽ 14 ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ബ്ലെസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു കാശ് രൂപം തന്നു, എന്നിട്ട് പോകുമ്പോൾ ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഒരു റിലേറ്റീവ് വഴിയായിട്ട് ഞാനൊരു ഏജൻറ്റിനെ ബന്ധപ്പെട്ടു. ആ ഏജൻറ്റ് എൻ്റെ പ്രോസസ്സിങ് ഏറ്റെടുത്തു. അപ്പം ഓൾറെഡി ഒരു ഏജൻസിയിൽ ഫെയിൽ ആയതും കൊണ്ട് വീണ്ടും ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഞാൻ വേറൊരു ഏജൻസിയും കൊടുത്തു. 2 ഏജൻസി ഒരേ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരെണ്ണം ഹോസ്പിറ്റൽ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു, ഒരെണ്ണം ഓൾഡ് ഏജ് ഹോമിലായിരുന്നു. പക്ഷേ ഓൾഡ് ഏജ് ഹോമിൻ്റെ കാര്യങ്ങളാണ് വേഗം നടന്നത്. ഇൻ്റർവ്യൂ കിട്ടി, അത് പാസ്സായി എന്ന് പറഞ്ഞു. ഓഫർ ലെറ്ററും റെഡിയാണ്. പക്ഷേ എന്നെ ആദ്യം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് ആകെ അവർ ചെയ്തു തന്നത് എൻ്റെ ഒരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ്, അതിനെ ബെഷൈഡ് എന്ന് പറയണേ, ആ ബെഷൈഡ് എനിക്ക് അവർ റെഡിയാക്കി തന്നായിരുന്നു. ആ ഒരു ലൈസൻസ് വെച്ചിട്ടാണ് ഞാൻ പിന്നെ 2 ഏജൻറ്റുമാരുടെ അടുത്തും ചെന്നത്. അപ്പം ഈ ഓൾഡ് ഏജ് ഹോമിലെ ഏജൻറ്റ് പറഞ്ഞു, ഈ ബെഷൈഡ് ഈ സ്റ്റേറ്റിലുള്ളതല്ല, ആ ബെഷൈഡ് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞു, അയാളുടെ സ്റ്റേറ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ബെഷൈഡ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു പ്രിൻ്റ് തന്നു, എന്നോട് പറഞ്ഞു സൈൻ ചെയ്തിട്ട് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരിക്കാതെ മറ്റേ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വന്നു. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ വരുന്നത് ശരിക്കും 7 മാസം ജൂലൈ 7 തീയതി തന്നെ വന്നത്. എനിക്ക്
അപ്പം എനിക്ക് കൺഫ്യൂഷനായി, ഞാനിനിപ്പോൾ ഏത് സെലക്ട് ചെയ്യണം. ഓൾഡ് ഏജ് ഹോമിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഇൻ്റർവ്യൂ ഒന്നും ഇനി അറ്റൻഡ് ചെയ്യരുത്, ഓൾറെഡി പാസ്സായിട്ടിരിക്കുവാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ തന്ന ആ ഏജൻറ്റിനോട് പറഞ്ഞു എനിക്കിനി ഇൻ്റർവ്യൂ വേണ്ട. പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നില്ല, എനിക്കിങ്ങനെ വേറൊരു ഏജൻസി വഴിയായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അയാൾ കുറേ വഴക്ക് പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. അപ്പം എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒന്ന് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കണു, ഒരെണ്ണം പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പം മറ്റേ ഓൾഡ് ഏജ് ഹോമിലെ ആൾ പറഞ്ഞു എന്നോട് എയർപോർട്ടിൽ ചെന്നിട്ട് ഒരാളുടെ കൊടുത്തു വിടണം ജർമ്മനിക്ക്, ആളിന്ന് കയറി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് സൈൻ ചെയ്ത് ഞാൻ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുവാണ്. 2 ഏജൻറ്റുമാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ അണ്ടറിലേക്ക് വരണമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അവസാനം പ്രാർത്ഥിച്ച് ഡിസിഷൻ എടുത്തു, നാളത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക്, അതായത് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് ഡിസിഷൻ എടുത്തു. അങ്ങനെ ഞാൻ കിട്ടിയ ഇൻ്റർവ്യൂ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ട് വരെ പോയതാണ് ഇത് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ. അവിടെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, അതെനിക്ക് കിട്ടി. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ നല്ല ഹോസ്പിറ്റലാണ്, നല്ല സാലറിയോടെയുള്ള നല്ല ഹോസ്പിറ്റലാണ്. പള്ളിയും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു വിസയ്ക്ക് എല്ലാ പേപ്പേഴ്സും കറക്റ്റായി, വിസയ്ക്ക് വെക്കാനുള്ള ഡേറ്റ് കിട്ടുന്നില്ല എന്നൊരു ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, വിസയ്ക്ക് നിങ്ങളും സ്വയമായിട്ട് നോക്കിക്കോ, ആൾക്കും കിട്ടുന്നില്ല, അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ആളെ അറിയിക്കുന്നുള്ള രീതി പറഞ്ഞു. അപ്പം എംബസിയിലൊക്കെ ഇഷ്യൂ ആയിട്ട് വിസ ഭയങ്കരമായിട്ട് കിട്ടാത്ത ഒരു ടൈമിലായിരുന്നു. അതായത് സെപ്റ്റംബർ 1 ഉള്ളോടെയാണ് എന്നോട് പറയുന്നത് വിസയ്ക്ക് ഡേറ്റ് നോക്കിക്കോളാൻ. അപ്പം ഞാൻ കുറേ ഏജൻറ്റുമാരെ അന്വേഷിച്ചു, എല്ലാവരും ഒത്തിരി ഹൈ റേറ്റാന്നൊക്കെ പറയണം ഒരു ഡേറ്റ് എടുത്ത് തരാനൊക്കെ. അത് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ പരീക്ഷണങ്ങളായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്നും മറിഞ്ഞിരിക്കില്ല എന്ന്, നിൻ്റെ ഗുരു നിൻ്റെ നയനങ്ങൾ ദർശിക്കും. അങ്ങനെ ഒരു വചനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇത് ടോട്ടലി മീൻസ് ഈ പ്രോസസ്സിങ്ങിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഈ വചനം കിട്ടുമായിരുന്നു. അപ്പം ഞാനതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഏജൻറ്റ് വഴി എനിക്ക് ഡേറ്റ് കിട്ടി, ഡേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഡേറ്റ് കിട്ടി. അത് ഒക്ടോബർ 10-നാണ് ഡേറ്റ് കിട്ടിയത്. അത് 10-ന് എനിക്ക് വിസയ്ക്ക് വെക്കാമെന്നുള്ള രീതിക്ക് കിട്ടി. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ എല്ലാ മാസം ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, പത്രം വാങ്ങിക്കാറുണ്ട്, കറക്റ്റ് ഡേറ്റിനൊക്കെ ഉടമ്പടി പുതുക്കാറുണ്ട്, റെഗുലറായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ വരേണ്ട ഒരു ഡേറ്റ് വന്നത് ഒക്ടോബർ 4-ആണ്, വിസയ്ക്ക് വെക്കുന്നത് 10-ാം. അപ്പോൾ വിസയ്ക്ക് ഒക്ടോബർ 4 ഞാനിവിടെ വന്നപ്പം ഞാൻ എപ്പോഴും എനിക്ക് ബൈബിൾ ഓർക്കുമ്പോൾ വേറെ ഒരു ബാറൂക്ക് പ്രവാചകൻ്റെ ഒരു അധ്യായം കിട്ടാറുണ്ട്. അതിലെൻ്റെ നിയോഗം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് സിസ്റ്റർ ഇവിടെ വായിച്ചത്, ലേഖനം വായിച്ചത്. അപ്പോൾ എനിക്കത് ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പോയി 10-ാം തീയതി പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് വെച്ചു. പ്രത്യക്ഷീന പ്രാർത്ഥന, വിശ്വാസ പ്രമാണം, ജപമാലയൊക്കെ ചൊല്ലി ഞാൻ അവിടം വരെ പോയി, അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെച്ചപ്പോഴേക്കും ഓൾറെഡി ഞാനൊരു കാര്യം വിട്ടുപോയി, എൻ്റെ ഓഗസ്റ്റിലാണ് ഞാൻ 4 മൊഡ്യൂളും പാസ്സായത്. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത നിയമം അവിടെ വന്നു തുടങ്ങി, വാലിഡിറ്റിയുടെ ഇഷ്യൂ. ഇത് ജർമ്മന അങ്ങനെ വാലിഡിറ്റി ഇല്ല മൊഡ്യൂളിനൊന്നും. അപ്പം ഞാൻ സാധാരണ സാക്ഷ്യങ്ങളിലൊക്കെ കേട്ടേക്കുന്നത് മാതാവ് നമുക്ക് ഫേവറബിളായിട്ടാണ് നിയമങ്ങളൊക്കെ മാറ്റണമെന്നാണ്. പക്ഷേ എനിക്കിത് തിരിച്ചാണ് വന്നത്, എൻ്റെ വാലിഡിറ്റി തീർന്നു എന്നുള്ള രീതിക്കായി. അപ്പം ഞാൻ ഒരു സാക്ഷിയൊക്കെ കേട്ടായിരുന്നു, ഒരു ചേട്ടൻ്റെ ആളുടെ ഇതുപോലെ തന്നെ മെറിറ്റ് അവസാനിക്കുന്നിടത്ത് ആൾ പറയുന്നത്, എൻ്റെ മെറിറ്റ് അവസാനിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചു, കാരണം ഇനി അത് ഗ്രേസിൽ നടക്കൂലോ എന്ന് പറഞ്ഞു. അപ്പം അതും എനിക്ക് കോൺഫിഡൻസ് തന്നു. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെച്ചു. വിസയ്ക്ക് വെച്ചിട്ട് പെട്ടെന്ന് കിട്ടാനുള്ള പ്രീ അപ്രൂവൽ അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ വെച്ചായിരുന്നു. വീണ്ടും ഡിലേ ആയിക്കൊണ്ടിരുന്നു. 2 ആഴ്ചയും കൊണ്ട് കിട്ടുമെന്നൊക്കെയാണ് ഏജൻറ്റൊക്കെ പറഞ്ഞത്. പക്ഷേ ഒക്ടോബർ 10-ാം തീയതി വെച്ചിട്ട് വരുന്നുണ്ടായില്ല. അങ്ങനെ എനിക്ക് ശരിക്കും ഉടമ്പടി പുതുക്കേണ്ടത് ഇന്നത്തെ ദിവസമാണ്. ഇന്നുമേ ഇപ്പോൾ പുതുക്കി. അപ്പം ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ OET പാസ്സായി, ഇതുപോലെ
ഇൻ്റർവ്യൂ ഒന്നും കിട്ടാതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൾ ജർമ്മൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ജർമ്മൻ എക്സാമിന് ഇന്നൊക്കെ എക്സാമാണ് ഈ ടൈമിൽ. അപ്പോൾ അവൾക്ക് ഇവിടെ വരണം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അവളിവിടെ വന്നിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അവളെ കൂട്ടി വന്നു. അപ്പം അവൾക്കും ഇതുപോലെ മാതാവ് അടയാളം കൊടുക്കണം. അവൾക്ക് അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു ഉടമ്പടിനോട്. അപ്പം ആ ടൈമിൽ എനിക്കും സുഗന്ധാഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവൾക്കും കൊടുത്തു. അങ്ങനെ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഇതുവരെ തിങ്കളാഴ്ച ആയിട്ടും എൻ്റെ ഡിസ്പാച്ചായി എന്നുള്ള മെയിലൊന്നും വന്നില്ല. അപ്പം ഞാൻ പഴയ ധ്യാനമൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, ടോക്കുകളച്ഛൻ്റെ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു ടോക്കിലച്ഛൻ ഇങ്ങനെ ലാസ്റ്റ് അറിയിപ്പിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു. അത് പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ വേഗം ആ ഒരു ധ്യാനം 8:30 തൊട്ടായിരുന്നു ആ ധ്യാനം, അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ചൊവ്വാഴ്ച കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി ഇട്ടു. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തെ ഇവിടുത്തെ ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ധ്യാനവും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു 12:30 കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് എംബസിയിൽ നിന്ന് ഡിസ്പാച്ചായി എന്ന് വന്നു. അപ്പം ആരാധന ടൈമിലായതും കൂടെ ഞാൻ വിശ്വസിച്ചു അത് മാതാവ് തന്നെയാണ്. മാതാവ് വിസ അടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഇന്നലെ എനിക്ക് കയ്യിൽ വിസ കിട്ടി. അപ്പം മാതാവ് വഴിയായിട്ട് ഈശോ ചെയ്തു തന്ന ഈ വലിയ അനുഗ്രഹത്തിന് കൊടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഉടമ്പടിയിലേക്ക് വരാനും ഒക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചൊക്കെ നിൽക്കണവരോട് ഞാൻ പറയും, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒക്കെയുള്ള അനുഗ്രഹങ്ങളെ ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. നന്ദി. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയിരുന്നു. ഞാനും അമ്മയും അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് അവിടെ അമ്മമാർക്ക് സർവീസൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗികളൊക്കെ കാണാറുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് സഹായിക്കാറൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർക്ക്. അങ്ങനെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കാറുണ്ട്. വചനനീതി പത്രം കൊടുത്തിട്ടുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി പത്രം കൊടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലം പത്രത്തിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്, കുരിശ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറയാനായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. എല്ലാ ദിവസവും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല, വീട്ടുകാരും മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും വന്ന് കുർബാന കാണും. കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പം എനിക്ക് ഭയങ്കര അഭിഷേകത്തോടെ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാറുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ പറ്റാറുണ്ട്. ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താനുള്ളത്. താങ്ക് യു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 66 12 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് നമ്മുടെ ഉടമ്പടി എന്ന ഈ പ്രാർത്ഥനാ പദ്ധതി. ഉടമ്പടി എടുത്തവർക്കെല്ലാം നാം കണ്ടുവരുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഉടൻ പരിഹാരമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിയ സാബു എന്ന ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈശോയോട് വളരെയധികം അടുക്കുവാനും സ്നേഹിക്കുവാനും വിശുദ്ധ ദിവ്യബലിയിൽ വളരെ വിശുദ്ധമായി പങ്കെടുക്കുവാനുള്ളൊരു വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചു എന്നാണ് മകളിവിടെ ഏറ്റുപറയുന്നത്. ജർമ്മൻ B2 പാസ്സാം എക്സാം വളരെ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ കാശുരൂപം താൻ എപ്പോഴും കൂടെ കൊണ്ടുപോവുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി B2 എക്സാം പാസ്സായെങ്കിലും 8 മാസമായിട്ടും ഈ മകൾക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നില്ലായിരുന്നു. ജർമ്മനിയിൽ ഒരു നേഴ്സായി പോകുക എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിന് ആ ഇൻ്റർവ്യൂ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം അവൾക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. ഉടമ്പടിയിലൂടെ എപ്പോഴെല്ലാം തൻ്റെ ഉടമ്പടി അവസാനിക്കുന്നുവോ അപ്പോഴെല്ലാം ഈ മകൾ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് എപ്പോഴും ഈശോയോടും പരിശുദ്ധ അമ്മയോടും സ്നേഹത്തിലായിരിക്കുവാനും ഐക്യത്തിലായിരിക്കുവാനുമുള്ളൊരു വലിയ മനസാക്ഷി, ഒരു വലിയ മനസ്സ് ഈ മകൾക്ക് തുറന്നു കിട്ടിയെന്നാണ് ഉടമ്പടി ജീവിതത്തിലൂടെ മരിയ സാബുയുടെ സമർത്ഥിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉടമ്പടിയിൽ നിന്ന് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, എൻ്റെ ജോലി കിട്ടിയാൽ മതിയായിരുന്നു,
അല്ലെങ്കിൽ എൻ്റെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായാൽ മതിയായിരുന്നു എന്നെല്ലാം നാം പ്രാർത്ഥിച്ച് ഒരുവിധം തട്ടിമുട്ടി അവസാനിപ്പിക്കുന്ന മക്കൾക്കൊരു ഉത്തരമാണിത്. നമ്മൾ അങ്ങനെയല്ല ഉടമ്പടി എടുക്കേണ്ടത്. ഉടമ്പടി എന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതും നമുക്ക് ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ നമുക്ക് കൊടുക്കുവാനും സാധിക്കുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ്. ഈ മകൾക്ക് ഒരു വലിയ അനുഭവം ഉണ്ടായത് നോർക്ക എക്സാമിലൂടെ. നോർക്ക വഴിയായിട്ട് 250 നഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാകാൻ, അതിലൊരു സെലക്റ്റഡ് ആവാനായിട്ട് മരിയ സാബുവിന് സാധിച്ചു. ഇത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലാണ്. ആ സമയങ്ങളിലെല്ലാം ഈ മകൾക്ക് സുഗന്ധാഭിഷേകം നൽകി പരിശുദ്ധ അമ്മയുടെ സാമീപ്യം മകളെ അറിയിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, സുഗന്ധാഭിഷേകമോ മഴവില്ലോ നാം കാണുന്നത് ഇതാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം ആ സാമീപ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നമ്മോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് സുഗന്ധാഭിഷേകം, അല്ലെങ്കിൽ അതുപോലെ തന്നെ മഴവില്ല് കാണിച്ചുകൊണ്ടുള്ള ആ വലിയ സമീപ്യം. നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ഏതെല്ലാം ജീവിത പ്രശ്നങ്ങളിൽ നാം സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്കൊരു സുഗന്ധാഭിഷേകം ലഭിക്കുമ്പോൾ അതിനർത്ഥം പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണെന്ന് മരിയ സാബു മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് വായിച്ചെടുക്കുകയും ചെയ്യാം. ദേവാലയത്തിനടുത്ത് തന്നെയാണ് ഈ മകൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ജോലിസ്ഥലം. ജർമ്മനിയിലുള്ള ജോലിസ്ഥലം വലിയ അനുഗ്രഹമായി കാണുന്നു. ജോസഫ് അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി വിളവ് പുറപ്പെടുവിക്കുമെന്ന്. 100 മേനി വിളവ് പുറപ്പെടുവിക്കുന്നത് സ്നേഹമാണ്. വിശ്വാസം, ശരണം, സ്നേഹം. മരിയ സാബുവിന് 100 മേനി വിളവ് ഉത്പാദിപ്പിക്കുവാനുള്ള ഒരു വലിയ കൃപയാണ് ലഭിച്ചിരിക്കുന്നത്. 100 മേനി വിളവ് എന്നാൽ അത് സ്നേഹമാണ്. ഈശോയെ എപ്പോഴും ചേർത്ത് പിടിക്കാനും ഈശോയെ എപ്പോഴും സ്വീകരിക്കാനും വചനമനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനുള്ള ഒരു വലിയ കൃപ നോട്ട് ബൈ മെറിറ്റിലൂടെ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. കൃപയാലാണ് ഈ മകളുടെ വലിയ ജീവിത സാഫല്യം, വലിയ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അത് എപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ, നമ്മുടെ ഉടമ്പടിയിൽ ജീവിക്കുന്നത് പോലെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ജീവിതത്തിൻ്റെ വലിയ ഒരു ജീവിതഭാരം ഈ മകൾക്ക് ലഘൂകരിച്ചു കൊടുത്തിരിക്കുന്നു. മരിയ സാബുവിനെ പോലെ വിഷമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രത്യാശയോടെ സ്നേഹശരണത്തോടെ കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും, ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും, വിസ പ്രോസസ്സിങ് ലാഗ് ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മരിയ സാബുവിന് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും നല്ലൊരു കയ്യടി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം.